വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് പ്രമാണി. നാട്ടുകൂട്ടം റെഡിയാണോ ഇന്നത്തെ എപ്പിസോഡിലേക്ക്? ഞാൻ ഒന്ന് നോക്കട്ടെ, തെക്കേക്കരയാണോ വടക്കേക്കരയ്ക്കാണോ ശക്തി കൂടുതലും ശബ്ദം കൂടുതലും? എങ്ങനെയാ അത് അളക്കുന്നതെന്നൊന്ന് പറയണം. നമ്മള് പഞ്ചപിടുത്തം, ഗുസ്തി അതൊന്നും പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് സ്കോർ ചെയ്തോണ്ട് ഞങ്ങൾ ഇച്ചിരി മസിൽ പിടിച്ചിരിക്കുകയാണ്. ഓ ജാട. അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് നമ്മൾ സ്കോർ ചെയ്യണം എങ്ങനെ കാണിച്ചേ. ഇവന് മെഡൽ വാങ്ങിക്കാൻ കൊതിയായിട്ടിരിക്കും. എന്തോ ഐറ്റം ഉണ്ട് അവന്റെ കയ്യില്. അല്ല അതുണ്ട്, കുഴപ്പമില്ല, അത് ബാക്കി പറ. നാട്ടുകാരൊക്കെ ആകുമ്പോ പ്രമാണിക്കൊക്കെ ആഗ്രഹം ഉണ്ടാവൂല്ലേ പിന്നെ എന്താണ് ഇന്നത്തെ പുതുമ, അതൊക്കെ കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ. ഇന്നത്തെ പുതുമ എന്ന് പറയുന്നത് ഇപ്പൊ 4K റിലീസുകൾ, അതായത് പഴയ സിനിമകളൊക്കെ വീണ്ടും തിയേറ്ററുകളിൽ സജീവമായി. ഇപ്പൊ മണിച്ചിത്രത്താഴ് ഇറങ്ങി, പടികം. അതെ, അപ്പൊ ഇങ്ങനെ ഓരോ സിനിമകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അത്ഭുതകരമായിട്ട് നമ്മൾ കാണാത്ത പല സിനിമകളും നമുക്ക് കാണാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അതിനെപ്പറ്റി എന്താ നോബിചേട്ടൻ എന്താ പറയാൻ തോന്നുന്നു? പണ്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു, എങ്കിൽ ഇന്ന് റിലീസായ സിനിമ. എനിക്കൊരാഗ്രഹം പറഞ്ഞു, മണിച്ചിത്രത്താഴ് ഒന്ന് റിലീസ് ചെയ്ത് തിയേറ്ററിൽ കണ്ടാലോ ആഗ്രഹം. മണിച്ചിത്രത്താഴ് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുവാണ്. 3-4 ദിവസം മുമ്പേ ആയില്ലേ? ഭയങ്കര സർപ്രൈസ് ആണ് ആ പടം. അതെ, മറ്റേ മടലും കൊടുക്കും, മെഡലും കൊടുക്കും, മടലിന് അടിയും കൊടുക്കണം. എനിക്കൊരു സംശയമുണ്ട്, അടുത്ത സംശയം, എന്റെ പൊന്നെ, ജെനുവിൻ ആയിട്ടുള്ള സംശയം. നമ്മുടെ പഴയ എനിക്ക് ഴ വരൂല, നമ്മുടെ നാട്ടില് ഴ ഇല്ല, കുഞ്ഞമ്മയുടെ പഴയ പടം എന്നാണ് നമ്മൾ പറയാ. അത് റിലീസ് ചെയ്യില്ലേ ശ്രീവിദ്യ? അപ്പൊ ഈ ഇങ്ങനെ വീഴുന്ന തുള്ളി വീഴുന്ന എന്താ? അതെ, മഴ, മയ 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 പോയ മഴയല്ല, ഇത്തവണയും പുഴുങ്ങലും ചളിയും മെഡലും കൊടുത്ത് വിടണ്ടായിരുന്നു. എന്റെ സംശയം ചോദിക്കട്ടെ. സംശയം കേട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നത് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം, വിവരമുള്ളവരുടെ അടുത്ത് ചോദിക്കാം. നമ്മള് പഴയ പടങ്ങള് റിലീസ് ചെയ്യുന്നു, അപ്പൊ ഇപ്രാവശ്യത്തെ അവാർഡ് കാറ്റഗറിയിൽ ഈ പഴയ പടങ്ങൾക്ക് അവാർഡ് കൊടുക്കുവോ? എന്റെ പൊന്നെ, ഒരു എല്ലാരും എണീക്കണേ, എല്ലാരും അങ്ങനെ ബഹുമാനിക്കില്ല, എനിക്ക് എന്തോ പോലെ. അല്ല, അത് വളരെ ഭയങ്കര കേരളത്തിലെ തീ ഇടുന്ന രീതിയിലുള്ള ഒരു ഉത്തമ ചോദ്യമാണ്. റീമാസ്റ്റേർഡ് ഉള്ള ഒരു സിനിമ വരുമ്പോ അതിന് അവാർഡ് ദാനം ഉണ്ടാവോ എന്ന് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിയുള്ള റീമേക്കിന് ഒരു സിനിമ, ഇത് സിനിമ റീമേക്കിന് അവാർഡ് ഇല്ല. ഇല്ലേ? പിന്നെ റീമാസ്റ്റേർഡിന് ഉണ്ടോന്ന് അറിയില്ല. അത് റീമേക്കിന് അവാർഡില്ല, റീമാസ്റ്ററിംഗിന് അവാർഡ് ഉണ്ടെങ്കിലേ ഒന്നുമില്ല. ഈ സിനിമയിലുള്ള ആരും ഇത് അറിയരുത് കേട്ടോ. അല്ല, പക്ഷെ എന്തായാലും ഞാൻ പൊതുവെ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഡയാനയ്ക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ പഴയ ഏതെങ്കിലും ഒക്കെ സിനിമ വീണ്ടും കണ്ടാൽ കൊള്ളാം. 4K കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് രതി നിർവേദം ഒന്ന് 4K രതി നിർവേദം അല്ല, ഏത് രതി നിർവേദം? പഴയതാണോ പുതിയതാണോ? ഇടവേള വരെ പഴയത്, ഇടവേളയ്ക്ക് ശേഷം പുതിയത്. എനിക്കൊരാഗ്രഹമുണ്ട് 3Dയില്. എനിക്ക് 3Dയിലും 4Kയിലും രതി നിർവേദം കാണണം. പക്ഷെ ക്ലൈമാക്സ് പഴയതും പുതിയതും കൂടെ മിക്സ് ചെയ്യണം. ഇത് സംഭവം അറിയാമോ? സിനിമ തിയേറ്ററിൽ പോയി സ്വസ്ഥമായിട്ട് കാണണം, വീട്ടിൽ ഇടാൻ സമ്മതിക്കൂല. ഹലോ, ആ ക്ലൈമാക്സ് പാമ്പും കാവാണ്, ലോഡ്ജ് അല്ല. എന്തറിയാമോ? അതെ. അപ്പോഴ് വൈഫ് പറയും ഇത് ഈ പടം മാറ്റുന്നു. അപ്പൊ ഞാൻ പറയും എന്റെ സ്വന്തം ചേച്ചിയുടെ സിനിമ ഉണ്ട്, നീ ഇത് വെക്കാം. എനിക്ക് ആ സിനിമ കാണണം എന്നുണ്ട്. അതായത് ഞാൻ മാത്രമല്ല, നന്നായിട്ട് ചിന്തിച്ചോളൂ. എന്താണ് ക്ലൈമാക്സ് നമ്മള് ലോഡ്ജിന്റെ ഒരു പാമ്പിങ്കാവുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും കാണണമെന്ന്. അതിനാ 3Dയില് പാമ്പ് വരുന്ന കാണണം. ഓ, പാമ്പ് വന്നു. അതിന് വൈകുന്നേരം നോബിച്ചേട്ടന്റെ വീട്ടിൽ പോയാൽ മതി. കേൾക്കുക, കാസർഗോഡ് നിന്ന് വന്ന് തലസ്ഥാനത്തുള്ള എന്നെ മധ്യ കേരളത്തിൽ വെച്ച് അപമാനിച്ചു. വെട്ടിമുറിച്ചു, അപമാനിക്കല്ല, വെട്ടിമുറിച്ചു. ശ്വേതാജിയോട് ചോദിക്കട്ടെ, ഇസ് ദെയർ എനി കൈൻഡ് ഓഫ് മൂവി ഇതുപോലെ കണ്ടാൽ കൊള്ളാം, പഴയ ഒരു മൂവി? ചെമ്മീൻ. യാ, ദാറ്റ്സ് നൈസ് തിങ്. റീമാസ്റ്റേർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പടങ്ങളുണ്ട്. മെല്ലെ എല്ലാ പടങ്ങളും, സ്പെഷ്യലി ഇന്നത്തെ തലമുറ നമ്മുടെ സിനിമകൾ കാണണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക എവിടുന്ന് ഈ എവല്യൂഷൻ വരുന്നത്. ആൻഡ് നല്ല കഥാപാത്രം. ബിക്കോസ് എപ്പോഴും ആൾക്കാർ ഒരു എന്താ പറയാ, നമ്മളുടെ ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഒരു എപ്പോഴും ഒരു കളിയാക്കലുണ്ടല്ലോ, ഒരു ട്രോളിങ് ഇതുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ കണ്ടാൽ അവർക്ക് മനസ്സിലാവും നമ്മള് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആൾക്കാരായിരുന്നു പണ്ടേ തൊട്ട്. ഫസ്റ്റ് 3D മൂവി എടുത്ത് നോക്കിയാലും മതി, ഐഡിയ കുട്ടിച്ചാത്തൻ. സോ അങ്ങനെ എത്രയോ പടങ്ങളുണ്ട്. അപ്പൊ ഈ ആൾക്കാർ ഈ സിനിമ തിയേറ്ററിൽ ഇരുന്നിട്ട് 5 സെക്കൻഡ് മുളേ പടം കൊള്ളില്ലടേ എന്ന് പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കണം എത്ര അധ്വാനം ഉണ്ട്. അതാണ് സത്യം. സോ റീമാസ്റ്റേർഡിന് വേണ്ടി ഞാൻ എപ്പോഴും യെസ്, ഐ തിങ്ക് നമ്മളെല്ലാരും അല്ലെ, ഉറപ്പായിട്ടും. നാട്ടുകൂട്ടം, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, വൈ സോ സീരിയസ്? കോമഡി മാസ്റ്റേഴ്സിൽ ഫുൾ ഓൺ ഫയർ.
എവിടെ തെക്കേക്കര വടക്കേക്കര? ഞങ്ങൾ ഇന്നൊരു മലബാർ കലാപം ഉണ്ടാക്കാൻ പോകും. കൊള്ളൂലേ? വലിയ സംഭവം അതൊക്കെ പണ്ടത്തെ മലബാർ കലാപം. അതെന്തായിരുന്നു? ഇത് ഒന്ന് എന്തറിയോ ഞാൻ ഇല്ലല്ല ഇത് മിക്കവാറും അമൃതയുടെ ആൾക്കാർ വന്ന് ഈ സോഫ ഉൾപ്പെടെ എടുത്ത് വയറ്റിലെ കൊണ്ടുവയ്ക്കും. കാര്യം ഇങ്ങനെ പോയാ എന്റെ പൊന്ന്. അല്ലാതെ എന്ത് കലാപം കേറ്റുവിട്ടതാ. അല്ല ഒന്നുമില്ല. പഞ്ചിന്. അതായത് ഇന്ന് ഞങ്ങള് വടക്കേക്കരയുടെ പരിപാടിയാണല്ലോ. അതെ അത് അവളുടെ ഭാഷയിൽ പറഞ്ഞതാണ്. ആ അതാണാ ഒന്നുകൂടെ പറ. ഒന്നുമില്ല ഒന്നുകൂടെ പറ. അതായത് ഞങ്ങൾ ഇന്നൊരു മലബാർ കലാപം ഉണ്ടാക്കാൻ പോവാ. അതായത് മലബാർ കലാപം പോലെ അത്രയും ഇമ്പാക്ട് ഉള്ളൊരു സംഭവം അതല്ലേ ഉദ്ദേശിച്ചത്? Yes, അതാ എന്റെ ഇത് ഞാൻ പറഞ്ഞു ഒപ്പിക്കേണ്ടി വരുന്നത് ആണോ അല്ലോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം. വേറൊന്നുമില്ല. നമ്മളിപ്പോ റീമാസ്റ്ററിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, പക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട്. അതായത് മലയാളത്തിൽ ഇപ്പൊ 2 ഹിറ്റ് സിനിമകൾ ഒരുമിച്ചാക്കി എങ്ങനെ ഇരിക്കും അല്ലേ? അതും പ്രത്യേകിച്ച് ലാലേട്ടന്റെ 2 ഹിറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. മാസ് പടങ്ങൾ. ലാലേട്ടന്റെ നരനും ലാലേട്ടന്റെ ആറാം തമ്പുരാനും. ഓ ദാറ്റ്സ് നൈസ്. ഓക്കേ, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ദേ കാണാൻ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ മലബാർ കലാപം. ദേ കാണ്. ഓ എന്റെ മലബാർ കലാപം. കൃഷ്ണേട്ടാ, ഏയ് കൃഷ്ണേട്ടാ, ഇന്നെങ്കിലും റേഷൻ കടയിൽ മണ്ണെണ്ണ വരുവോ? മണ്ണെണ്ണ വരുവോന്ന്? ഞങ്ങൾക്ക് എന്താ ചെവിയും കേൾക്കൂലേ? ഇനി ഇന്നും ഇരുട്ടത്ത് തന്നെ കിടക്കണം. ശംഭോ മഹാദേവ. ആരാ? ഞാൻ ജഗൻ ജഗന്നാഥൻ. ഞാൻ ശാന്ത, കുന്നുമ്മേൽ ശാന്ത. വടകര വത്സല നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അല്ലാന്ന് തോന്നാൻ വത്സലെ മുമ്പ് കണ്ട പരിചയം വല്ലതും ഉണ്ടോ? റൂട്ട് കനാൽ ചെയ്ത് പല്ലിട്ട കമ്പികൾ, കമ്പിയിട്ട പല്ലുകൾ. പിന്നെ അഴിഞ്ഞു വീണ് കേശവദാസപുരം. കേശവദാസപുരോ? അല്ല അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കേശഭാരം. ഈ മുള്ളംകൊല്ലിയിലെ സണ്ണി ലിയോണാ മാഷേ ഞാൻ. മനസ്സിലായി. അല്ല ജഗൻ എന്താ ഇവിടെ കാര്യം? എന്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട. ഈ പടത്തിന്റെ സ്പ്രൂഫ് ചെയ്ത് 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 നനഞ്ഞു നാറി ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കല്ല് വെച്ചറിയും. അതുകൊണ്ട് നരനും ഈ ആറാം തമ്പനും കൂടി ഒരു മിക്സ് ചെയ്ത് അടി അടിക്കാന്ന് വെച്ചത്. അല്ല അതെന്തിനാ ഇവിടെ പറയുന്നേ? ഇത് പൊതുവഴിയല്ല. എന്താ പേരെന്ന് പറഞ്ഞ? കുന്നുമ്മേൽ ശാന്ത. പേര് കേൾക്കുമ്പോഴേ അറിയാം പൊതുവഴിയല്ല. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ആറാം തമ്പുരാനിലെ ജഗന്നാഥന് കുന്നുമ്മേൽ ശാന്തയുടെ വീട്ടിൽ എന്താ കാര്യമെന്ന്? ആകാശത്തിന് കീഴേ ഏതു മണ്ണും ഈ ജഗന്നാഥന് സമമാണ്. ആണ്ടെ ആ രാധയുടെ ചക്കൻ വന്ന് മൂത്രം ഒഴിച്ച് പോയതേ ഉള്ളൂ. മോളെ ആ കൊച്ചിന് മൂത്രത്തിൽ കല്ലണ്ടിട്ടോ. അതെങ്ങനെ മനസ്സിലായി? പോയ കണ്ടില്ലേ? ഇതെന്താ എഴുതി വെച്ചാണ്? ഈ രാഘവന്റെ കപ്പ ഇവിടെ സ്വീകരിക്കുന്നതല്ല. അത് അയാളെ ഇടയ്ക്കിടയ്ക്ക് വരുത്തുപോക്ക് ഉണ്ടായിരുന്നേ. പക്ഷെ അയാൾ എപ്പോ വന്നാലും കപ്പയും കൊണ്ടേ വരും. അയ്യോ കപ്പ നമ്മളെ കേരളത്തിന് ദേശീയ ഭക്ഷണല്ലേ? ആണ്, പക്ഷെ ഭയങ്കര ഗ്യാസാടോ. ഓ ഇപ്പൊ ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി. അതെ, അടിവാരത്തില് എന്നെ പറ്റി എന്താ അഭിപ്രായം? എന്റെ പൊന്നോ, അടിവാരത്ത് വന്ന് അന്വേഷിച്ചപ്പോ മുറ്റ അഭിപ്രായമാണ്. പിന്നെ മല കയറി എന്നെ കണ്ടപ്പോ എന്ത് തോന്നി? ഈ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടി ചാവാൻ തോന്നി. ചേട്ടന്റെ ഒരു തമാശ. അയ്യോ, ഇതെന്തിനാ അവിടെ കിടക്കുന്നേ? അല്ല ഞാൻ ഈ ബോംബെയില് തെരുവില് മറ്റേ കടത്തിനല്ലായിരുന്നു. ഞാൻ ഈ ബോംബെയിലെ ഈ ധാരാവി ഒഴിപ്പിക്കലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കിടന്നുള്ള ശീലം. ഇനി കുട്ടിക്ക് വേണമെങ്കിൽ അകത്ത് വന്ന് ഞാൻ കിടക്കാം. എന്റെ സമ്മതമില്ലാതെ ഈ അകത്തെങ്ങാനും കയറിയാലുണ്ടല്ലോ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. കുന്നുമ്മ ശാന്ത ആരാ ഞാൻ കാണിച്ചു തരാടോ ഞാൻ. എന്റെ പൊന്നോ, എത്ര ധാരാവി ഒഴിപ്പിച്ച ഞാൻ ഈ കൊച്ചിന്റെ തല്ലുകൊണ്ട് ചാവുള്ളൂ. അതെ കിടക്കണ്ടേ? പായെടുക്കാൻ വേണ്ടി പോയതാണോ? ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടർ എടുക്കാൻ പോയതായിരിക്കും. വരൂന്നേ, കിടക്കാം. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ കിടക്കാതിരിക്കണേ? ഉറങ്ങണ്ടേ? ജഗം വന്നത് നന്നായി. എന്താ ഇനിയിപ്പോ വിളക്കിന്റെ ആവശ്യമില്ലല്ലോ. വിളക്കുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കൂല. എന്നാ വിളക്ക് ഞാൻ ഊതിക്കോട്ടെ. വിളക്കൂതി സൗണ്ട് തന്നെയാണോ? അല്ല പുറത്ത് കപ്പയുടെ പടം കണ്ടു ഈ സൗണ്ടും കേട്ടു ഒരു ചെറിയൊരു ഇത്. എന്തൊരു തമാശയാ നോക്കണേ. ഇപ്പൊ ചോദിക്കാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ല.
സംഗീതത്തിന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞാനൊരു കീർത്തനം അങ്ങോട്ട് കീച്ചിക്കോട്ടെ. കീർത്തനം കീച്ചാനാണോ ഈ മല കയറി ഇങ്ങോട്ട് വന്നത്? കിടന്നുറങ്ങാം അങ്ങോട്ട്. അങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പിന്നെ കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി. എടാ ഞാൻ നന്ദനാ. എടാ എടാ ആകെപ്പാടെ പ്രശ്നമായി. ജഗനെ കിട്ടുന്നില്ല. അവൻ ഇവിടെ എവിടെ ഉണ്ട്. ഞാൻ അവനെ തപ്പി വന്നാ. ഞാൻ കണ്ടുപിടിക്കുവാ. ഞാൻ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ. ഞാൻ വിളിക്കാം തന്നെ. സബരം കി സിന്ദി ജോ കബി നഹീ ഖതം കോ ജാത്തി ഹൈ. കിടന്നുറങ്ങാൻ. എന്റെ പൊന്നോ. എടാ ജഗൻ ഇവിടെ ഉണ്ടോ? അവന്റെ ചീഞ്ഞ ഹിന്ദി ഇവിടെ കേൾക്കാം. ഞാൻ വിളിക്കാം തന്നെ. ജഗ ജഗ എന്റെ പൊന്നും, നീ ഇറങ്ങണം. ജഗ നീ ഇറങ്ങണം. ഞാൻ വന്ന് കയറിയുള്ളൂ. അപ്പൊ തന്നെ ജഗ നീ ഇറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് നടക്കൂ. എടാ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്തെങ്കിലും നടക്കട്ടെ. എടാ എബി മാത്യു പണി പറ്റിച്ചു. എബി മാത്തൂന് മാത്രം പണി പറ്റിച്ചാ മതി. എനിക്ക് പറ്റിക്കണ്ടേ? എടാ അവൻ ആ കമ്പനി രാമസ്വാമി അയ്യർക്ക് കൈമാറി. എന്റെ പൊന്നോ, ഇവന്റെ കാര്യം ഇതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ രാമസ്വാമി കമ്പനി സിമന്റ് മണല്. എന്റെ പൊന്ന് ജഗ ബിസിനസ് ആകെ പൊളിഞ്ഞു കിടക്കുക. കുന്നമശാന്തേ കുന്നമശാന്തേ, ഓ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ തൽക്കാലം ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. 250 കോടി രൂപയുടെ ആസ്തിയുണ്ട് അവന്റെ സുഹൃത്ത് നന്ദഗോപാലിന്. ഞാൻ അങ്ങനെ വിളിച്ചാൽ അവൻ വരില്ല. ഞാൻ 3ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോഴാണ് അവൻ സാധാരണ വരുന്നത്. ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒഴിക്കാം. ഞാൻ വരുന്ന വഴിക്ക് ഐസ് മേടിക്കാൻ പറ്റിയില്ല. ഇവിടെ തണുത്ത എന്തെങ്കിലും. ഓ ഇവിടെ സാധാരണ ചക്കിയും മാങ്ങിയൊക്കെ കൊണ്ടുവരുന്നത്. ഇനിയിപ്പൊ തനിക്ക് വേണ്ടി ഇവിടെ സെൻട്രൽ എ സി ഒന്നും വെക്കാൻ പറ്റില്ല. ജഗ ദേ ഏതോ ഒരു കോപ്പം വന്ന് വിളിച്ചേക്കണ വാ. അങ്ങനെ ജഗാന്നൊന്നും വിളിച്ചാൽ അവൻ വരില്ല. ഞാൻ വിളിച്ചാലേ അവൻ വരുന്നുള്ളൂ. തമ്പുരാൻ അയ്യേ, നിനക്ക് നാണമില്ലേ ജഗ? ഇത് നാണം മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ മുണ്ടെടുത്തേക്കണത്. നാണമുണ്ട്. അയ്യോ ഇതൊക്കെ സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു ജഗ? നിനക്ക് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞു. എന്റെ സുഹൃത്തല്ലേ ഞാൻ. 250 കോടി രൂപയുടെ ആസ്തിയില്ലേ എനിക്ക്? പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞു ബോംബെയിൽ ഇത്രയും. എടാ ബോംബെയിൽ വെച്ച് നീ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നെ പണിയെടുപ്പിച്ച് കൊല്ലല്ലേ ചെയ്യണം നീ. എന്താ ഇത്? 250 കോടി രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദഗോപാല. 250 കോടി രൂപയുടെ ആസ്തി ഉണ്ട്. പക്ഷെ മേടിച്ചു കൂടെ നോക്കേ കാട്ട റമ്മ് കുതിരയുടെ പടമുള്ള. ഇവനെ നീ വരുന്നുണ്ടോ? എന്തെങ്കിലും ബിസിനസ് അവിടെ പ്രശ്നമായിട്ട് കിടക്കണോ? നീ വന്നാലേ എന്തെങ്കിലും നടക്കൂ. എനിക്ക് പറയാൻ പറ്റില്ല. യോ ഇവിടെ കടന്നിങ്ങനെ ബഹളം വെക്കല്ലേ. ബഹളം വെച്ചാ ഈ തറവാടിന് ഒരു പേരുണ്ട്. ഈ കുന്നമേശാന്ത അത് കളയാൻ സമ്മതിക്കത്തില്ല. തനിക്ക് എത്ര രൂപയുടെ കോടി ആസ്തി ഉണ്ടെങ്കിൽ എനിക്ക് എന്താടോ? ഇറങ്ങണം എന്റെ കുടുംബത്തിന്ന്. ഇറങ്ങാൻ എന്റെ കുടുംബത്തിന്ന്. ഇല്ലെങ്കിൽ താൻ അകത്ത് കിടക്കുവേ. കുറെ നേരമല്ലോ പറഞ്ഞ അകത്ത് കിടക്കുന്നു. അന്നാ ഒന്ന് കാണാം. ഈ കുന്നമേശാന്ത ആരാന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാടോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുക. എങ്ങനെയാണ് ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസ് എന്നൊക്കെ ചെയ്ത് പോയി. ഇപ്പൊ മനസ്സിലായല്ലോ കുന്നുമ്മ ശാന്ത ആരാന്ന്. അകത്ത് കിടത്തൂന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കിടത്തിയിരിക്കും. ഞാൻ എന്ത് ചെയ്യും? താൻ ഏതെങ്കിലും മാട്ടർ അമ്മടിച്ചിട്ട് എവിടെങ്കിലും പോയി കിടക്കണോ? അവനാ അയാൾക്ക് 250 കോടി ആസ്തി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇറങ്ങി പോടാ. ബാക്കിലും എങ്ങനെയുണ്ടായിരുന്നു? കിടിലുമായിരുന്നു. പൊളിച്ചില്ലേ? പൊളിച്ചു. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട ജനലിലെ സീക്വൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണിന്റെ മണ്ണിൽ ഇല്ല ചേച്ചി, മൂത്രമൊഴിച്ചതും പിന്നെ മൂത്രത്തിൽ കല്ലുണ്ടോ. ഒരാള് മണത്ത് മൂത്രത്തിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കഴിവ്. ഇല്ല ചേച്ചി, കല്ല് തുപ്പിക്കളഞ്ഞു പുള്ളി. ഇത് സർജറി ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും ഇല്ലേ? പക്ഷെ അത് ജസ്റ്റ് തുപ്പിക്കളഞ്ഞില്ലേ. ഇതിന് 4K മാസ്റ്ററിംഗ് ഒന്നല്ല ആ പറയാ. കല്ല് പോണത് 3D കാണിക്കും. 4K മാസ്റ്റർ ചെയ്തിരിക്കണം. അല്ല മായ ശിവദാസനൊക്കെ വരുമ്പം ഗംഭീരാവും. സ്ക്രിപ്റ്റ് ഹരീഷ് ബാലാണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ കാലിൽ വലിച്ചോണ്ട് മായ. പക്ഷെ എന്തായാലും വടക്കേക്കാരുടെ സ്കിറ്റ് ഗംഭീരമായിരുന്നു. നന്നായിരുന്നു. ആ പന്ന എബി മാത്യു പണി പറ്റിച്ചു. പല്ല എബി മാറ്റ് വരെ പണി വെപ്പിച്ചു. ഞാൻ ഒന്ന് പണി വെപ്പിക്കണോ? അല്ല അപ്പൊ ശ്വേതാജി ഏകദേശം നമുക്ക് ഒരു എന്താ പറയുന്ന ഉറപ്പായിക്കൊണ്ടിരിക്കുവാണല്ലോ അല്ലേ? ഏത് കരയാണ് വിൻ ചെയ്യാൻ പോകുന്നത്? ഇല്ല നമ്മുടെ തന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ പരിപാടി നമ്മൾ ഇറക്കിയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങള് മലബാർ കലാപമൊന്നുമില്ല. ഞങ്ങൾ ചെറിയ കലാപരിപാടികൾ മാത്രമായിട്ട് മുന്നോട്ട് പോകും. ശരി, എന്താണ് നിങ്ങളുടെ കല? ഞങ്ങള് ഇന്ന് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അഖിൽ. ഓ എന്താ സ്നേഹം നോക്കൂ. അവിടെ അതായത് നല്ല കഴിവുള്ള നല്ലൊരു കലാകാരൻ അഖിൽ. വേറെ അഖിൽ. വേറെ അഖിൽ. വെറൈറ്റി പെർഫോമൻസ്. അതും നല്ലൊരു കലാകാരൻ. അതെ, എടുത്തു പറയാം. പിന്നെ എന്റെ മൈക്ക് തുടരുതേ. ഇത് മൈക്കല്ല, മറ്റേ അതിന് തുല്യമായിട്ടുള്ള സാധനമാണ്. അതിന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി അടുത്ത പ്രാവശ്യം തൊട്ടാ നോക്കിക്കോ, എല്ലാ മെഡൽ നിങ്ങൾക്ക്.
താങ്ക് യു ചേച്ചി. എല്ലാം കൂടെ ജയിക്കും. അതില് പക്ഷെ രണ്ട് ഫൈനൽ ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. ആണല്ലേ? ആ. അപ്പൊ എല്ലാവർക്കും തന്നെ മെഡൽ അവര് തന്നെ അവര് രാജമാതാ പ്രമാണി യാ. കൽപ്പിച്ചാലും ആ. തെക്കേക്കരയിലെ അഖിലിനെ വിളിക്കട്ടെ. അഖിലിനെ വിളിച്ചു. അഖിൽ വരട്ടെ. നമസ്കാരം, വെൽക്കം ബാക്ക്. തെക്കേക്കര നിങ്ങൾ ഇറക്കിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാലും സംഭവം നമ്മുടെ പയ്യൻ തന്നെയാണ് അഖിൽ. അല്ല അഖിലേ? അതെ. അല്ല, അപ്പൊ ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി ആ ടീം കഷ്ടപ്പെട്ട് ഇറക്കിയതാണ് അഖിൽ. അപ്പൊ വെറൈറ്റി എന്തെങ്കിലും സംഭവങ്ങളാണോ? വെറൈറ്റി ആണെന്ന് സ്പോട്ട് ഡബിങ്ങിൽ ചെറിയൊരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. എന്താണ് എക്സ്പെരിമെന്റ്? അത് നമ്മുടെ ടോം ആൻഡ് ജെറി, ടോമിന്റെ ഒരു റൊമാൻറ്റിക് കുറച്ച് കോമഡി മറ്റിങ്ങനെ ഉമ്മച്ചു വണ്ടി സീക്വൻസ് ചെയ്യുന്നുണ്ട്. അയ്യോടാ. പിന്നെ അല്ലു അർജുന്റെ മലയാളം വേർഷൻ വോയിസ് ഉണ്ടല്ലോ, ഒറിജിനൽ വേർഷൻ വോയിസും രണ്ടും സ്വിച്ച് ചെയ്ത് വരുന്ന വിഷ്വൽസ്. ഓക്കെ. പിന്നെ രാജുവേട്ടൻ പൃഥ്വിരാജിന്റെ ഇതൊരു കേൾക്കാത്ത മോഡുലേഷൻ ആണ് ആടുജീവിതം ഫിലിമിലുള്ളത്. ആ ഒരു സീക്വൻസ്. ഇതെന്താണെന്നറിയോ, ഈ പേരിൽ അഖിലുണ്ടോ എക്സ്പെരിമെന്റ് തയ്യാറാവും. ഓ, പക്ഷെ അതെല്ലാം വിജയിക്കും ഇവിടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പേരിൽ അഖിലാണെങ്കിലും സൗണ്ടിൽ ടൊവിനോ കേട്ടില്ലേ? സൗണ്ട് അത് കേട്ടില്ലേ അലീന പറഞ്ഞ കാര്യം? എന്റെ കൗണ്ടർ അല്ലല്ലോ. പറഞ്ഞ കൗണ്ടർ ഞാൻ അലീനനെ ശ്രദ്ധിച്ചില്ല. ഞാൻ ടൊവിനോയിലായിരുന്നു. അഖിൽ ജയിക്കും. ഏത് അഖിൽ? ഈ അഖിൽ. തോൽവി ഞങ്ങളുടെ കൂടെയാണ്. പിന്നെ എടാ, വേണ്ടി- ഈ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഗ്രൂപ്പിസം ഉണ്ട്. അല്ല അവരുടെ വീട്ടിലെ പേരാണെങ്കിലും സർട്ടിഫിക്കറ്റ് വേറെ നല്ല പേരാണ്. നിഷ്പക്ഷമാണ്. ശ്രീവിദ്യ എന്താ പറഞ്ഞ? തോൽവി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. അറിയാം. തോൽവിയുടെ പടികൾ ചവിട്ടിയ ജയത്തിലേക്ക് അത് തോൽവി ഞാൻ എന്നല്ല. തോൽവി അവിടെ ടൊവി അവിടെ. അതാണ് തോൽവിന്നാ പറഞ്ഞ. എനിക്കൊരു അവസരം കൊടുക്കണേ, ഒരു നല്ല കൗണ്ടർ. അല്ല, അത് correct ആയി. അത് പറഞ്ഞോ? തോൽവി എവിടെ ടൊവി അവിടെ. വീണ്ടും. അപ്പൊ ഇപ്പൊ ഈ ഒരു സെഗ്മെന്റില് കൗണ്ടർ സമാസമം ആയതുകൊണ്ട് നമുക്ക് അഖിലിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. എതിജോടത്തെ പെട്ടുകോവലന്റെ ഉണ്ടൽസിന്റെ ബ്രാൻഡ് കാതോ ചങ്കുറപ്പാനടാ, ഏയ്. ടൺ കണക്കിന് തൊണ്ടടാ. നിനക്ക് കാണണോ? ഭയ്യ പ്ലീസ് ഭയ്യ, ഞാൻ ഡ്യൂട്ടിയിലാണു. ഞങ്ങൾക്ക് 15 നിമിഷം ടൈം ലേതു. 3 പേര് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തീർക്കാം. പേടിച്ചു പോയോ? ചുടോ, പെത്ത പ്രളയം വെച്ച് ഈ പ്രപഞ്ചം മൊത്തം ഒഴുകി പോയി. ഇവിടെ താൻ മാത്രം അവശേഷിക്കുന്നുള്ളെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. എന്റെ പൊൻ അടിപൊളി. ഇത് പുഷ്പയാടാ, പുഷ്പരാജ്. എവതെക്കതലേ. So cute. Aww. I love you. You set my soul on fire. It is not just a little spark. It is a flame, a big roaring flame. I can feel it now. പൊളി പൊളി. എനിക്ക് മേല അല്ലാ അല്ലാ താടി എത്ര നാളായി, എത്ര ദിവസമായി, ഒന്നും ഓർമ്മ വരുന്നില്ല. എത്ര ദിവസം തിന്നോ, വയറ് പൊട്ടുന്ന പോലെ തിന്നോ. ഞാൻ പോവാടാ, ഇനി വരത്തില്ല. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഞെട്ടിച്ചു ശരിക്കും പറഞ്ഞ. അതില് ഞാനും ശ്വേതാജി ഒരേപോലെ എൻജോയ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ടോം ആൻഡ് ജെറി. ഞങ്ങളും അല്ല, ആണോ? ടോം ആൻഡ് ജെറി ഇതുവരെ ഇങ്ങനെ സ്പോട്ട് ഞാൻ കണ്ടിട്ടില്ല. താങ്ക് യു. പിന്നെ രാജുവിന്റെയും നന്നായി ആടുജീവിതത്തിന്റെ ഡബിങ് സൂപ്പർവായിരുന്നു. താങ്ക് യു. പിന്നെ ആക്ച്വലി അല്ലു അർജുൻ എല്ലാം നന്നായിരുന്നു. പക്ഷെ ഒരു സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആരും കാണാത്ത ഒരു ടോം ആൻഡ് ജെറിയാണ്. യൂഷ്വലി ഞാൻ ചെറുപ്പത്തിലേ അത് ഈ സീക്വൻസ് വരുമ്പോ ചെയ്തു നോക്കുമായിരുന്നു. വീട്ടിലെ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് ഡയലോഗ് പറയുമായിരുന്നു. പിന്നെ ഫ്ലോറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചില്ല. അന്ന് ചെയ്തത് ഇപ്പോഴാണ് ഗുണമായിട്ട് എനിക്ക് feel. ഓ ലവ്ലി. ഇല്ല, അതുപോലെ അല്ലു അർജുന്റെ ഒറിജിനൽ വോയിസും മറ്റേത് ജോയ് സാറിന്റെ വോയിസും ഒരേ സമയത്ത് അടിപൊളിയാണ്. സൂപ്പർ. താങ്ക് യു.
ഞങ്ങൾ തെക്കക്കര ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു ഓളം ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ ഞങ്ങൾ. മനസ്സിലായി. ആദ്യത്തെ ഓളം കൊള്ളാം, നല്ല അടിപൊളി വേവ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു പാട്ടും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ. അതും കൂടി ആയ മെഗാ ഓളം ആവും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്നാ നമുക്ക് അതുകൂടെ കേട്ടാലോ? ഓക്കെ. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തോറ്റുപോയി തോന്നുന്നുണ്ടോ? തെക്കേക്കരയ്ക്ക് വേണ്ടിയിട്ട് വടക്കേക്കരയുടെ വടക്ക് വെച്ചിട്ടുള്ള സോങ് ആണ്. വെരി ഗുഡ്. അവന് അവിടെയാണ് ഇതെങ്കിൽ ഇവിടെയാണ് കൂറ്. അങ്ങനെയല്ല, നമ്മ രണ്ടുപേരും രണ്ട് ടീമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. തെക്കേക്കര വടക്കേക്കരയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണ്, ഫ്രണ്ട്ഷിപ്പിന്റെ സോങ്. ഞങ്ങൾ തരുന്നതാണ്. ഓ, ചോറ് അവിടെ തന്നെ. അങ്ങനെയില്ല. എന്തായാലും പാട്ട് കേട്ടിട്ട് നമുക്ക് നോക്കാം. Okay, set, set. ഓ, ശരി. അപ്പൊ രാജുവേട്ടൻ പാടിയ പാട്ടാണ് പൃഥ്വിരാജ്. അദ്ദേഹം ഉറുമി എന്ന ഫിലിമിൽ പാടിയ വടക്ക് വടക്ക് എന്നുള്ള സോങ് ആണ് പാടാൻ പോകുന്നത്. ഓക്കെ. വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈച്ചോടും വെക്കണ കിഴക്കിലെ മൈനെ കാണാൻ പടിഞ്ഞാട്ടിലെ എന്താവോ. സൂപ്പർ. താങ്ക് യു. വൻപൊളി. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഷോയിൽ തന്നെയായിരിക്കും. ഞാൻ മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചിനെ. മനസ്സിലായി മനസ്സിലായി. ചേച്ചി ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഷാസിന്റെ വോയിസില്. എങ്ങനെ? വയസ്സില് 3 സ്റ്റാർസിന്റെ വോയിസിൽ ചേച്ചിനെ ഞാൻ അത് പ്രപ്പോസ് പറ, ഞങ്ങള് കണ്ടില്ല, കാണട്ടെന്ന്. നിങ്ങൾ അത് ആൾക്കാർ കാണണ്ടേ? വെറുതെ ആണ് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എണീറ്റ് അല്ലല്ല, ഞാൻ സത്യം പ്രതീക്ഷിച്ചില്ല ഇവന്. അടുത്ത് ഇവിടുന്ന് കണ്ടപ്പോഴാണ് ഞാൻ കണ്ണീന്നായിരിക്കല്ലേ? ചേച്ചിക്ക് ഓർമ്മയുണ്ടായത് വലിയ കാര്യം. താങ്ക് യു. പിന്നെ ഏതൊക്കെ സ്റ്റാറിന്റെ വോയിസിലായിരുന്നു പ്രപ്പോസ് ചെയ്തത്? അത് ടൊവിനോ, സൂര്യ, ഞാൻ രാജുവേട്ടൻ, പൃഥ്വിരാജ്. എനിക്കൊന്ന് ടൊവിന്റെ വോയിസിലൊന്നുകൂടെ നമുക്ക് കേട്ടാ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് അല്ലെങ്കിലും അവിടെ നിന്ന് ടോയ്ച്ചേട്ടൻ സംസാരിക്കണ പോലെ എനിക്ക് ശരി, തോന്നുന്നത്. എന്നാ നമുക്ക് ആ പ്രപ്പോസൽ ഒന്നും കൂടെ ഒന്ന് ഓക്കെ. കേൾക്കാം. ശ്വേത ചേച്ചി അല്ല രതി ചേച്ചി, എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ പറയാൻ തോന്നുന്ന കാര്യം, 1000 സിഗരറ്റിന്റെ എരിയുന്ന പുകയേക്കാൾ സുന്ദരം അഴകുള്ള പെണ്ണിന്റെ ആദ്യ ചുംബനം തന്നെയാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നില്ല, ശ്വേത ചേച്ചി എനിക്ക് തരുന്ന എനിക്കറിയാം. അടിപൊളി അടിപൊളി അടിപൊളി. ഇത് അന്ന് കിട്ടിയായിരുന്നോ? അന്ന് കിട്ടിയില്ല. അന്ന് കിട്ടിയില്ല, ഇന്ന് കിട്ടി. പക്ഷെ അന്ന് ഈ ഡയലോഗ് പറഞ്ഞില്ല. അതാണ്. അല്ല, അതിന് ഈ ഫ്ലോർ വേണ്ടി വന്നു. എനിക്ക് ഇതായിരിക്കും കറക്റ്റ് മൊമെന്റ്. ചേച്ചി, ഇവിടെ ഇരുന്ന് ഒരുത്ത ടൊവിനോടെ സൗണ്ട് പഠിക്കും. അല്ല, നിനക്കൊരു മോട്ടിവേഷൻ തരാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും അത് കിട്ടും. താങ്ക് യു. അപ്പൊ ശ്വേതാജി ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള സ്നേഹ സമ്മാനം കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഞങ്ങൾ. അതാണ് ഞാൻ പറയാൻ വരുമായിരുന്നു. ലണ്ടൻ ക്ലാസിക് നൽകുന്ന കിഡിലൻ സമ്മാനമാണ് ലഭിക്കുന്നത് അഖിലിന്. കൺഗ്രാറ്റുലേഷൻസ്. തെക്കേക്കര നോബിച്ചേട്ടാ, കേറുന്നു ഞങ്ങള്. വെച്ചടി വെച്ചടി കേച്ചം. ഹലോ, അതെ പുഞ്ചിരി സ്റ്റുഡിയോ. സോമനാണ്. അനിയത്തിയുടെ കല്യാണ ആൽബം ഇന്നലെ ചെയ്ത് കൊടുത്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിട്ടില്ലേ? അനിയത്തിയുടെ കൂടെ മണവാളന് പകരം അപ്പൂപ്പൻ്റെ ഫോട്ടോയോ? അതെ, അയ്യോ അതെ, ഒരു അപ്പൂപ്പൻ താടി പോലെ താടിയുള്ള ഒരു അപ്പൂപ്പൻ്റെ ഫോട്ടോയാണോ? സോറി കേട്ടോ, അത് ഇന്നലെ ഇവിടെ ഒരു ചരമ അറിയിപ്പിൻ്റെ പോസ്റ്റർ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള അപ്പൂപ്പനാണ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത്. ചെറിയ മിസ്റ്റേക്ക്. അല്ല, സമ്മതിച്ചു, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് വന്ന് തല്ലി മേടിക്കണോ അതോ ഇവിടെ വന്ന് തല്ലിട്ട് പോവോ? ഇതിലും ഭേദം തല്ലായിരുന്നു കേട്ടോ. എന്താണോ ഫോട്ടോ എടുക്കാൻ? അല്ല, എന്റെ ജീവൻ എടുക്കാൻ വന്നല്ലോ പുറകെ കൂടി വന്നു. അല്ല, എനിക്ക് നല്ലൊരു ഫോട്ടോ വേണം. നല്ല ഫോട്ടോ വേണം. അവിടെ വേസ്റ്റ് ബക്കറ്റ് കിടപ്പുണ്ട്, അതിനകത്ത് നല്ല നോക്കി 2 കൊടുത്തോ. അല്ല, എനിക്ക് എന്റെ ഫോട്ടോ വേണം. ചേട്ടന്റെ ഫോട്ടോ വേണം? പിന്നെ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ വരും? അത് ഇപ്പൊ എടുക്കണം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ്, ഫുള്ളാണോ ഹാഫാണോ? നമ്മ രണ്ടുപേരും ഒരു പൈൻറ്റ് എടുത്താ പോരെ? കള്ളുടിക്കണ കാര്യമല്ലേ പറഞ്ഞത്? ഇത് നമുക്ക് ഫോട്ടോ ഏത് തരത്തിലുള്ള ഫോട്ടോ വേണം? ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല. തിരിച്ചറിയൽ കാർഡിൽ കൂട്ടാവരുത്, തിരിച്ചറിയണം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം. മതി, അത് മതി. അപ്പൊ നമുക്ക് ഈ തലമുടി ഒടുക്കിയിട്ട് ഈ ചെരുപ്പ് വരെ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ചെരുപ്പൂരി തലയിൽ വെച്ചോ. അതിന് എടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ എനിക്ക് മുഴുവനുള്ളത് കിട്ടും. അയ്യേ, അതല്ല,
ഇങ്ങനെ ഫുൾ സൈസ് ഉള്ള അങ്ങനത്തെ സൈസ് ഫോട്ടോ എടുത്തേരാ. എന്താ ആവശ്യം എന്റെ പഞ്ചായത്തിൽ കൊടുക്കാനാ. അതെന്തിനാ? ഞങ്ങളുടെ മാരേജ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ അക്ഷയ ചെന്നപ്പോ അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ സഹിതം അവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോ സഹിതം അപേക്ഷിക്കണം. അപ്പൊ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എപ്പോ കിട്ടും? ഫോട്ടോ എടുത്താൽ 10 മിനിറ്റ് ആകുമ്പോ പ്രിന്റ് കിട്ടും. അപ്പൊ സഹിതോ? സഹിതം പിന്നെ ആ സഹിതം കൊടുക്കണ്ടേ? ഫോട്ടോ സഹിതം. എന്റെ പൊന്നു ചേട്ടാ, ഈ സഹിതം എന്ന് പറഞ്ഞ സഹിതം എന്ന് പറഞ്ഞ ഈ സഹിതം അതാ സഹിതം. ഈ സഹിതം എന്ന് പറഞ്ഞ എന്താ സാധനം? എന്റെ ദൈവം അതറിഞ്ഞൂടെ? അല്ല, ഞാൻ എല്ലാത്തിനും സഹിതം വേണമല്ല. ഇപ്പൊ പാൻ കാർഡ് വേണം, പാൻ കാർഡ് സഹിതം കൊടുക്കണം. അതെ. റേഷൻ കാർഡ് സഹിതം കൊടുക്കണം, പാസ്പോർട്ട് സഹിതം കൊടുക്കണം. എല്ലാത്തിന്റെ കൂടെ ഈ സഹിതം വേണം. മറ്റതില്ലെങ്കിലും കുഴപ്പമില്ല, സഹിതമല്ലേ മെയിൻ. അപ്പൊ ഞാൻ പറയട്ടെ, ഈ സഹിതത്തിന്റെ ഒരു കട ഇട്ട് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ആയിരിക്കും. അയ്യോ, ചിന്തിച്ചു നോക്കണോട്ടോ. നല്ല മാർക്കറ്റിംഗ് കിട്ടും. നല്ല അത് പിന്നെ ആലോചിക്കാം. നമുക്കിപ്പോ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. പക്ഷേ ഭാര്യ വരട്ടെ. അല്ല, അവള് വരൂല. ഞാനുള്ളടത്ത് അവള് വരൂല. ആര് പറയണം? എന്റെ ഭാര്യ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ വരണം. ഓ, ചേട്ടനും ഭാര്യയും കൂടി നല്ല ഫോട്ടോ ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ സഹിതം കൊടുത്താലാ ഞങ്ങൾക്ക് അവിടെ ഒരു 50 രൂപ കിട്ടും. ഓ, ചേട്ടൻ എന്ത് മണ്ടന ചേട്ടാ. ഇവിടെ ഫോട്ടോ എടുക്കണേന് 350 രൂപ, അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. 300 നഷ്ടമല്ലേ? അയ്യോ, ആ 50 രൂപയല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 50,000 രൂപ കിട്ടും. ഞങ്ങള് സെൻട്രൽ കാസ്റ്റ് അല്ലേ, മിസ്റ്റർ. അപ്പൊ ചേച്ചി ഇപ്പൊ വരുമോ? ചേച്ചി ഓഫീസിൽ പോയേക്കാണ്. ദൈവമേ, 5 മണിക്ക് എനിക്ക് കൊണ്ടേ കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് അടച്ചു പോകും. അതല്ലേ, കൊടുക്കാൻ പറ്റൂല. അതല്ലേ, 5 എടുക്കണം. ചേച്ചി വരട്ടെ, ചേട്ടൻ അവിടെ പോയി വെയിറ്റ് ചെയ്യും. അവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ വായിച്ച അവിടെ ഇരുന്നോ. അയ്യോ, വായിക്കാൻ പറ്റില്ല, ഞാൻ കണ്ണട എടുത്തില്ല. ഞാൻ പടം കണ്ടിരുന്നോളാം. എന്നാലും വായിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറയൂല. എക്സ്ക്യൂസ് മീ. അപ്പോഴേക്ക് വന്നോ? അല്ല, ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞായിരുന്നല്ലേ? അതെ, ചേട്ടന്റെ കൂടെ എടുക്കുന്നതിന് മുൻപേ എന്റെ ഒരു സിംഗിൾ കുറച്ച് ഫോട്ടോസ് എടുത്തേരാ. സിംഗിൾ ഫോട്ടോ നല്ല ഡ്രസ്സാണ്. ഈ സിംഗിൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. എടുക്കാം. അപ്പൊ ഒരു പണി ചെയ്യാം, ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിക്കോളൂ. അല്ല, ഞാൻ ഫ്രഷാണ്, എനിക്ക് കണ്ടാലും അറിയാം. പക്ഷെ അത് എന്നാലും നമുക്കേ ഈ മുഖത്ത് ഇച്ചിരി ഗ്ലെയർ ഒക്കെ ഉണ്ട്, അത് പോണെങ്കിൽ ഇച്ചിരി പൗഡറും ആണോ ഒന്ന് മുടിയാക്കി ഏരി. അവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും. ശരി. ചേട്ടാ, ചേച്ചി ഉള്ളത് ഈ പുള്ളിനെ എവിടെ നിന്ന് കിട്ടി? പുള്ളിക്കാരത്തേക്ക് ചേട്ടാ, ചേട്ടനും ഒന്ന് ഫ്രഷ് ആയിക്കോ, കുറച്ച് വൃത്തിമനെ ആയിക്കോട്ടെ. ആണോ? ശരി. ഓരോരോ രീതികളെ. മാഡം റെഡി ആവുമ്പോ പറഞ്ഞോ കേട്ടോ. റെഡിയാണോ? ഇവിടെ ഇവിടെയാണോ? നന്നായിട്ട് എടുക്കാട്ടോ. കുറച്ച് ഫോട്ടോസ് അല്ലേ, ഒരു ചെറിയ പോസ് കൊടുത്തു വേണം. ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കണല്ലേ? ശരി, ഓക്കെ. ഇങ്ങനെ വിറയ്ക്കണോ? വിറപ്പിക്കട്ടെ, അത് എനിക്കുള്ള വിറവല്ല. വേണ്ട. ശരി, ശരി, എടുത്തോട്ടെ. എടുത്തോ. 3, 2, 1. ഓക്കെ, നമുക്ക് നിന്നെടുക്കാം. നിന്നോളൂ. സ്റ്റൈലായിട്ടൊക്കെ നിന്നോളൂ. സ്റ്റൈലായിട്ടൊക്കെ അല്ലേ? ഇങ്ങനെ നിന്നാലോ? കൊള്ളാതെ ഒറ്റക്കാലിൽ നന്നായിരിക്കും. ഓക്കെ കേട്ടോ. ബാത്റൂം അവിടെ. ബാത്റൂം ആ സൈഡ്. ചേട്ടൻ എന്ത് വൃത്തികേടായി കാണിക്കണം? ഫ്രഷ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ കുറച്ച് പൗഡർ ഇട്ടിട്ട് മുടി ഈരിയാ മതി. അത്രല്ല, ഇതിപ്പോ തോർത്തെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറി എണ്ണയൊക്കെ തേച്ചാ ഞരമ്പെണ്ണ എന്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ പോയി കളയണോ? എന്ത് മനുഷ്യനത്? അപ്പൊ ഇന്ന് കുളിക്കണ്ട? എടുത്തോളാം, നിങ്ങൾ നാക്കം പഠിക്കണ്ട. വേണ്ട. ഇതെന്ത് ഈ ചേട്ടൻ എന്ത് ഇങ്ങനെ? അയ്യോ, എനിക്കറിയത്തില്ല കേട്ടോ. അതെ, നമുക്ക് ഒരു ഫോട്ടോ കൂടി എടുത്താലോ? എടുക്കാം. ഞാൻ പറയാനിരിക്കുവായിരുന്നു. ഞാനിങ്ങനെ തിരിഞ്ഞു നിൽക്കാം. എന്റെ പോസ്റ്റ് ബാഗില് ചിരിക്കട്ടെ. സ്റ്റൈലായിട്ട്. എനിക്ക് ആ ചിരി കാണുമ്പോഴാണ്. കേട്ടോ, ഫോട്ടോ എടുക്കാം. ഇത് മതി. പൗഡർ ഇട്ട് നമുക്ക് ആദ്യം അതേപോലെ ഒരു സിംഗിൾ എൻഡ് എടുക്കാം. കുറച്ച് സിംഗിൾ ചേട്ടൻ എടുക്കാം. അത് കണ്ട് ചേച്ചിയുടെ കൂടെ എടുത്താൽ മതി. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെ ഈ ചെറിയ തന്നെ ഇരുന്നോളൂ. മാഡം, ഒരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും. ഈ സോഫയിൽ ഇരുന്നോളൂ. ചേട്ടാ, ഷോൾഡർ ഒന്ന് പൊക്കോളേ. ചേട്ടൻ എഴുന്നേറ്റ് പോയണോ? അല്ല, എന്റെ ഷോൾഡർ പൊക്കിയപ്പോ ഞാനും അങ്ങോട്ട് പൊന്തിപ്പോയി. അത്ര പൊക്കണ്ട, ചേട്ടൻ നോർമലായിട്ട് പൊക്കിയാ മതി. ഓക്കെ, എടീ ചേട്ടാ, കണ്ണൊന്ന് തുറന്നു പിടിച്ചേ. കണ്ണം തുറന്നു പിടിക്കാൻ. അല്ലേട്ടാ, ശരിക്കും തുറന്നു പിടിക്കേ. ഇത്ര മതിയാ? ഇനി പൊളിക്കാൻ പറഞ്ഞ ഇത് പോള കീറി പോതാ. അത്ര ഒന്നും തുറക്കണ്ട. പിന്നെ സാധാരണ മനുഷ്യർ കണ്ണു തുറന്നു പിടിക്കില്ല, അതേപോലെ പിടിച്ചാൽ മതി. ഓക്കെ, ശരി, മതി. അങ്ങനെ നോക്കിയോ? ഓക്കെ, ഒന്ന് ചിരിച്ചോ. മുഖത്തുനിന്ന് കൈമാറ്റേ. ചിരിക്കുമ്പോ നാളെ വന്നു കഴിഞ്ഞാൽ എന്റെ കൈ ഇങ്ങനെ ഓട്ടോമാറ്റിക് പോകും. ചേട്ടാ, അങ്ങനെ ചിരിക്കണ്ട. കൂളായിട്ടിരുന്നോ. ചിനാപ്പ്.
എന്താണ് പിന്നെ രണ്ടര മണി നമുക്ക് വേറെ ഫോട്ടോ എടുക്കാം അവിടെ ഇരുന്നോ ആ സെറ്റിലേക്ക് അവിടെ ഇരുന്നോ ഇവിടെ? ആ അവിടെ ഇരിക്കും ചേട്ടൻ ഇരിക്കോ അല്ല മാഡം ഇരുന്നേക്കല്ല അവിടെ ഇരിക്കേ അല്ല ഞാനിരുന്ന അല്ല അത് കുഴപ്പമില്ല ഇരുന്നോളൂ ഇരിക്കോ ഹായ്. നോട്ടം കൊള്ളാം ചേട്ടാ മറ്റേ എക്സ്പ്രഷൻ ഇച്ചിരി കിട്ടിയാ കൊള്ളാട്ടോ എങ്ങനെ എന്താ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോ നമുക്ക് അതിന് അങ്ങനെ ഒരു വികാരം ഉണ്ടാവുമല്ലോ വികാരം ആ, അല്ലേ ശോഭി, നിക്കവിടെ, ഞാനൊരു വികാര ജീവിയാണ്. നിന്നെ ഞാൻ ഇന്ന് ബലാത്കാരം ചെയ്യും. ബലാത്കാരം. എന്തൊട്ടേ കാണിക്കണം എന്റെ വികാരം ഇങ്ങനെ ഇത് ഭയങ്കര ഓവറാണ് ഇത് വീട്ടില് അയ്യോ അവിടെ അത് നടക്കൂല. വേണ്ട അവിടെ ഇത് അത് വേണ്ട കേട്ടോ, അത്ര ഓവർ വേണ്ട ഇരിക്കെ പ്ലീസ് മാഡം ഇരിക്കെ അതെ ഞാൻ ഉദ്ദേശിച്ച സ്നേഹം അല്ല, അപ്പൊ അതെന്ത് ചെയ്യുന്നു? സ്നേഹം പറയണത് നമ്മൾ ഒരു പണി ചെയ്താൽ മതി തോളത്ത് കൈവച്ചാൽ മതി അത് കിട്ടും അത് എടോ, എന്റെ തോളത്ത് എന്തിനാണോ ഇയാള് കൈയിടുന്നേ? തനിക്ക് എന്നാത്തിന്റെ കേടാ? വന്ന നേരം മുതൽ ചേർത്തിരുത്തൊന്ന് തോളി കൈയിടാൻ പറയുന്നു. അല്ല, അപ്പൊ- എന്താ പ്രശ്നം? അല്ല ഇപ്പൊ മാഡത്തിന്റെ ഭർത്താവല്ലേ ഇത് എന്റെ ഭർത്താവൊന്നല്ല, എന്റെ കെട്ടിയ വരുന്നേ ഉള്ളൂ. അപ്പൊ ചേട്ടന്റെ ഭാര്യയല്ലേ അവള് ഓഫീസിൽ പോയിട്ടില്ല, 5 മണിക്ക് വരാന്ന് പറയും, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എന്നിട്ടാണോ ഈ അക്രമമൊക്കെ ഇവിടെ നിന്ന് കാണിച്ചത് അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് താനല്ലേ പറഞ്ഞത്? എന്റെ ദൈവം സോറി ചേട്ടന്റെ മാഡം വരുമെന്ന് പറഞ്ഞു പക്ഷെ ആ മാഡം വന്നതിന് പകരം മാഡമാണ് കയറി വന്നത് അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയതാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കാണെങ്കിൽ 5 മണിക്ക് കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ സഹിതം കൊടുക്കണം. ഓ, പഞ്ചായത്ത്. എനിക്ക് ഇത് ലാസ്റ്റ് ഡേറ്റാ. ഇത് ഇത്രയും നേരമായിട്ട് അവളെ കാണാനില്ല. ഇപ്പൊ ഞാൻ എത്തിയോന്ന് ആലോചിച്ചിരിക്കേ. അല്ല ചേട്ടാ അത് കുഴപ്പമില്ല ഇപ്പൊ ഏതായാലും 5 മണിക്ക് മുമ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് അതെന്താ? എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും ഫോട്ടോ എടുത്തല്ലോ ആ ഫോട്ടോ ഇന്ന് ഈ മാഡത്തിന്റെ ഫോട്ടോയിലെ തല അങ്ങ് വെട്ടി മാറ്റിയിട്ട് ചേട്ടന്റെ ഭാര്യയുടെ തല അങ്ങ് ഒട്ടിച്ചാ പോരെ അപ്പൊ അത് മതി പഞ്ചായത്തിൽ കൊടുക്കാനായിട്ട് അപ്പൊ അവള് 5 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പഴയൊരു ഫോട്ടോ മതി. അതെന്റെ അടുത്തുണ്ട്. അയ്യോ, അപ്പൊ അങ്ങനെ 50 പോയി കിട്ടും. അത് മതിയല്ലേ കാര്യങ്ങളൊക്കെ ഭംഗിയായി അല്ല നിങ്ങൾക്ക് ഏതൊക്കെ ഇത്രയൊക്കെ ആയല്ല. അപ്പൊ നേരത്തെ ഈ കൊച്ചു സിംഗിൾ എടുത്തായിരുന്നല്ലോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നല്ല pose. എന്നാ പോസ് എന്നറിയാം, നല്ല പോസാ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ഉള്ളത് പറയണമല്ല, നല്ല സ്ട്രക്ചറാണ് അതാണ് എന്റെ ഭാര്യയൊക്കെ അതില്ല. അപ്പൊ എനിക്കേ സ്വന്തമായിട്ടൊന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനാ ഈ കൊച്ചിന്റെ കൂടെ ഒരു 1-2 ഫോട്ടോസ്. അതെന്തിനാ എന്റെ കൂടെ ചേർന്ന് നിന്ന ഫോട്ടോ കൊണ്ടു വെക്കുന്നത്? ഈ ചേട്ടൻ പറഞ്ഞു വിട്ട് മോളുടെ തല വെട്ടി മാറ്റി വെച്ചാ പോരെ. ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ മാഡത്തിന്റെ തല ഉപയോഗിക്കുന്നില്ല ചേട്ടന്റെ ഭാര്യയുടെ മുഖമല്ലേ വെക്കുന്നത് നിങ്ങൾ എന്ത് വിവരം ഇല്ലേമേ പറയുന്നത്? എനിക്കിതൊന്നും പറ്റത്തില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, അതാരണം എന്റെ ഭാര്യക്ക് ഈ കൂട്ട്നെസ് ഇല്ല. അപ്പൊ നമുക്ക് വീട്ടിലൊന്ന് ഫോട്ടോ വെക്കണം, കുറച്ചു നേരം മോളുടെ അടുത്ത് ഫോട്ടോ എടുക്കണം, മോളുടെ തല വെട്ടി മാറ്റണം. എന്റെ പൊന്ന് ചേട്ടാ, എന്റെ ഭർത്താവ് ഇപ്പൊ വരും, ഇതൊന്നും നടക്കത്തില്ല. ഭർത്താവ് വന്നോട്ടെ, എന്റെ ഭാര്യയുടെ തലയല്ലേ ഇരിക്കുന്നത്. അവൻ വന്ന് ചോദിച്ചാൽ ഞാൻ അവരോടല്ലേ ചൂടാവേണ്ടത്. മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ ഇതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഒരു ഛേദമില്ലാത്ത ഉപകാരം അങ്ങനെ ചെയ്യുന്നേ. ബാഗ് എടുക്കണേ. അല്ല നേരത്തെ ചെയ്ത പോലെ ഒരു പോസ് കൊടുക്കുന്നത് ഒരു ആഗ്രഹം അല്ലേ അതാ നേരത്തെ നിന്നില്ലേ അതാ അങ്ങനെ നിൽക്കാതെ കുറച്ചും കൂടി ഇന്റിമസി ഫോട്ടോ ഞാൻ ആലോചിച്ച പോലെ തന്നെ ആണല്ലേ അത് കിട്ടിയിട്ടില്ല. അത് ഇത്തിരി കൂടെ ഒന്ന് അല്ല ഇന്റിമേഴ്സി എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കാനാ? അല്ല അതൊന്നും പറ്റത്തില്ല, കെട്ടിപ്പിടിക്കാനൊന്നും പറ്റത്തില്ല. എന്തിനാ എന്റെ ഭാര്യയുടെ തലയല്ലേ? അതെ അതെ അത് കുഴപ്പമില്ല, അറിയില്ലെന്നേ ഒന്ന് പഠിച്ചോ. ഒരു ഉമ്മയൊക്കെ അല്ല ഉമ്മ വെക്കാനോ? എന്റെ ഭാര്യയുടെ തലയല്ലേ അവിടെ ഇരിക്കണത്, ആവാലോ. ഒരു സെക്കൻഡ് ഇവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. സേവ് ദ ഡേറ്റ് ആയിരിക്കും. ഇത് ഇറങ്ങത്തില്ല ജീൻസൊക്കെ മാറ്റാറാണ്. ചേട്ടാ ഞാൻ ആരടിവൻ ഇതെന്റെ കെട്ടിയോനാ. അവനെന്താണ് ഇവിടെ കാര്യം? എനിക്കെന്താ ഇവിടെ കാര്യമൊന്നു അപ്പൊ നീ വീട്ടിൽ നിന്ന് അറിഞ്ഞൊരുക്കി ഒന്ന് കണ്ടവൻ ഉമ്മ കൊടുക്കാനല്ലേടി ഞാൻ പറയണൊന്നും ഒന്നും മനസ്സിലാക്കണ്ട പറയണ്ട. ചേട്ടാ. ഈ ചേട്ടൻ നിർബന്ധിച്ചിട്ടാ. ഏതവനാ നീ നിർബന്ധിച്ചാടാ? അല്ല, അത്രക്ക് അത്യാവശ്യമായി പോയി, ഭാര്യ വരാൻ വൈകും. ഓ നിന്റെ ഭാര്യ വരാൻ വൈകും, അതുവരെ എന്റെ ഭാര്യ. ചേട്ടൻ പറയണ കേക്ക്. ഈ നിൽക്കുന്ന പാവപ്പെട്ട ചേട്ടൻ, ഈ ചേട്ടൻ ഈ മാഡത്തിന്റെ തല യൂസ് ചെയ്തിട്ടില്ല, ശരീരം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. തലയമ്മ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന വാക്കുകളാണോടാ നീയൊക്കെ പറയുന്നത്? എടി നീ നോക്കിക്കോ, എടി നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും, കല്ലു നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. താൻ എന്തോടാ നോയിക്കൊണ്ടിരിക്കുന്ന മര്യാദയ്ക്ക് കാര്യം പറഞ്ഞ മനസ്സിലാക്കണോ? അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിൽ അയാൾ പോട്ടെന്ന്. എടി നീ വീട്ടിൽ വരുമ്പോ ദൈവത്തിനാണ് സത്യം ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ കാണും. ചേട്ടാ അയ്യോ, അവളും വന്ന ഞാൻ ചിലപ്പോഴാ കാണുള്ളൂ കേട്ടോ. കണ്ടോ കണ്ടോ, ഇവൻ വളപ്പിന്റെ ആളാ, അവൻ വേറെ സാധനം വളച്ചോണ്ടിരുന്നുണ്ടോ? കണ്ട് പഠിക്കണി. നീ ഇപ്പൊ എന്താണ് ഇങ്ങനെ തള്ളി കയറി വന്നത്? ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കാനോ നീ വന്നേ? ഇതേ നമ്മള് മാന്യമായിട്ട് ജീവിക്കണവർക്ക് കയറി വരാൻ പറ്റിയ ഒരു കുടുംബമല്ല, സ്റ്റുഡിയോ അല്ല. വാ നമുക്ക് വേറെ എവിടെയും പോവാ. നിങ്ങളെന്താ കിടന്ന് ഉരുണ്ട് കളിക്കണേ? നല്ല കടയിട്ട് അവിടെ പോയി എടുക്കാന്ന്. അപ്പൊ എന്തോ ഒപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല. അങ്ങനെ പറയാണ്ട് എനിക്ക്
പെങ്ങളെ നിക്ക്. ഇതെന്റെ കെട്ടിയവനാണ്. അതെ. എന്റെ പെങ്ങളെ, എന്റെ പെണ്ണുമ്പിള്ളെ പരസ്യമായി ഈ തെണ്ടി ഉമ്മ വെച്ചു. അറിയാവോ? സൂക്ഷിച്ചോ. എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇവളാണല്ലോ നിങ്ങളുടെ പഴയ കാമുകി. എന്റെ സുജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ കൊച്ചില്ലേ, ആ കൊച്ചു വെറും പാവം. ആ കൊച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളാണോ തെറ്റ് ചെയ്തത്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ചേട്ടൻ പാവോട് ചേട്ടനും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നീ തെറ്റിയതോടി, നീ തെറ്റിയതോടി. എന്തിനാടാ എന്റെ കല്ലൂടെ തട്ടിക്കൊണ്ടുപോകാൻ വന്നത്? പിന്നെ എന്റെ പെരവടി അടക്കല്ലേ നിന്റെ കല്ല് കെട്ടിക്കൊണ്ടുപോകാൻ. ഒരു സെക്കൻഡ്, ഇത് മൊത്തം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല. ഞാൻ ക്ലിയർ ആക്കി തരാം. പെട്ടെന്നൊന്ന് പറയാൻ മനസ്സിലാക്കുമെങ്കിൽ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇവിടെ ഒരു ചെറിയ തലവെട്ടാണ് നടന്നത്. അതായത് ഈ മാഡത്തിന്റെ തല വെട്ടി ഈ മാഡത്തിന്റെ തല വെക്കുന്നു, ചേട്ടന്റെ തല വെട്ടി ഈ ചേട്ടന്റെ തല വെക്കുന്നു. അത്രയൂ. തലവെട്ട കോഴിക്കടയാടാ. ഫോട്ടോഗ്രാഫിയിൽ ഒരു ടെക്നിക്കാണെന്ന്. ഞങ്ങൾ മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാറില്ല. നീ ഉമ്മ വെക്കുന്നത് രണ്ട് കണ്ണോട് ഞാൻ കണ്ടല്ലടാ. നീ എന്നെ വിശ്വസിക്ക്. എനിക്ക് വേണ്ട, നിങ്ങൾ എനിക്ക് വിശ്വാസമല്ല. ചേട്ടാ എന്നെങ്കിലും ഒന്ന് വിശ്വസിക്കാട്ടോ. എനിക്ക് ഇതിൽ ഒട്ടും വിശ്വാസമില്ലടി. അതെ, നേരത്തെ ഈ ചേട്ടൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ, പഞ്ചായത്തിൽ കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഇവിടെ വന്നായിരുന്നോ? വന്നായിരുന്നു. അപ്പൊ ചേച്ചി വരാൻ വൈകിയായിരുന്നോ? വൈകിയായിരുന്നു. ആ സമയത്താണോ ഈ മാഡം ഇവിടെ ഉണ്ടായിരുന്നത്? ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. എന്റെ പ്ലാൻ എന്തായിരുന്നു? ആ ഫോട്ടോയിൽ നിന്നും ഈ മാഡത്തിന്റെ തല വെട്ടി മാറ്റി ആ മാഡത്തിന്റെ തല ഇവിടെ വെക്കുക. മനസ്സിലായോ? അപ്പൊ അയാൾക്ക് പഞ്ചായത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഈ നിൽക്കുന്ന മനുഷ്യൻ ഈ മാഡത്തിന്റെ ശരീരത്തിൽ തൊട്ടിട്ട് പോലുമില്ല. മനസ്സിലായില്ലേ? ഇത് നേരത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നേരത്തെ 16 പ്രാവശ്യം പറഞ്ഞായിരുന്നു, മനസ്സിലാവണ്ട. ഈ ടെൻഷൻ എനിക്ക് അറിയാതെ പറ്റി. ഓക്കെ ആണല്ലോ അല്ലേ? ഹാപ്പി ആണല്ലോ? അറിയാതെ പറ്റിപ്പോയി. ഞങ്ങളെ ഒന്നും സോറി ഏട്ടാ, സോറി. കുഴപ്പമില്ല ചേച്ചി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പിയായി? ഹാപ്പി ആണല്ലോ? നിങ്ങളുടെ നിങ്ങൾ ഹാപ്പിയാണ്? അങ്ങനെയാണ്. ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ശരി, എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് നിൽക്കണേ. കുടുംബ ബലം. ഓക്കെ. ശരി. അതെ, ഒരു സെക്കൻഡ്. ഒന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞു നിൽക്കണേ. നിങ്ങൾ രണ്ടുപേരും അല്ല, പുറംതിരിഞ്ഞ് നിൽക്കാനല്ല, അവിടെ നിന്നൊന്ന് വട്ടം കറക്കിയാൽ മതി. ഇങ്ങനെ. അത് കറക്റ്റ്, ഇതാണ് കറക്റ്റ്. അല്ല, ഇങ്ങനെ നിന്നാലാണ് എനിക്ക് തല വെട്ടി മാറ്റി ചില ഗെയിമൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. എന്തിന്? അല്ല, ഈ തല വെട്ടി മാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് ആണ്. അതുമല്ല, ഈ തല വെട്ടി മാറ്റി വെക്കുന്നതാണല്ലോ എന്റെ മെയിൻ വരുമാന മാർഗം. അങ്ങനെയാണെങ്കിൽ തല വെട്ടി മാറ്റി വെക്കേണ്ടത് ഞങ്ങളുടെ അല്ല, പിന്നെ നാട്ടുകൂട്ടം. Why so serious? Comedy Masters ലിനി full on fun. Okay, അപ്പൊ എങ്ങനെയാണ്? ഉറുക്കാഞ്ചെല്ലാം വന്നു. അയ്യോ ശരിയാണ്. പുള്ളിക്ക് അതിലാണ് നോട്ടം. പ്രമാണി ഇന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുമോ? അറ്റ്ലീസ്റ്റ് ഒരു തരി പൈസ കോയിൻ. നോക്കട്ടെ ഇന്ന് എന്തൊക്കെയാണ്. ഹോം ക്രീം ആബ്രകാബ്ര. ഹോമം വേണം. ആദ്യം അതാണ് നോക്കട്ടെ. ഐശ്വര്യ ഏതാ കിട്ടുന്നേ? സൂപ്പർ, മികച്ച ചളി. ഉറപ്പല്ലേ? ആർക്കാണ്? ഞാൻ എന്റെ വോട്ട് കൊടുക്കുകയാണെങ്കിൽ ശ്രീവിദ്യ. എനിക്ക് അസൂയ തോന്നുന്നു. ഇത്രയും ചളി എവിടെ നിന്ന് ശ്രീവിദ്യ നിനക്കെന്നാ? അപ്പൊ മികച്ച ചളി ശ്രീവിദ്യക്ക്. Perfect. ഏത്? മലബാർ? കൊറേ പറയണോണ്ട് അറിഞ്ഞൂടാ. മലബാർ കലാപം സ്കൂളിൽ പഠിച്ചതാ. ഇന്നൊരു ആവശ്യം വന്നു. എനിക്കറിയായിരുന്നു മലബാർ കലാപകാരൻ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനത്തെ ഇത് ഒന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കണ്ടേ? ഒന്ന് കണ്ടുവരൂ. ഞങ്ങൾ ഇന്നൊരു മലബാർ കലാപം ഉണ്ടാക്കാൻ കൊണ്ടുപോയില്ലേ? വലിയ സംഭവം അതൊക്കെ പണ്ടത്തെ മലബാർ കലാപം. അതെന്തായിരുന്നു? ഇത് ഒന്ന് എന്തറിയോ? ഞാൻ ഇല്ല, ഇത് മിക്കവാറും അമൃതയുടെ ആൾക്കാർ വന്ന് ഈ സോഫ ഉൾപ്പെടെ എടുത്ത് വയറ്റിലെ കൊണ്ടുവയ്ക്കും. കാര്യം ഇങ്ങനെ പോയാ എന്റെ പൊന്ന്. അല്ലാതെ എന്ത് കലാപത്തിൽ ഏറ്റുവിട്ടതാ? പക്ഷേ വടക്കേക്കരയിലെ ശ്രീവിദ്യ നേടിയിരിക്കുകയാണ്. പണ്ട് പഠിക്കണ കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പഴാ എന്റെ ചളി, ബെസ്റ്റ് ചളി. താങ്ക് യു. ഞാൻ അതല്ല ആലോചിക്കുന്ന, ഈ ചളി എത്രയും കാസർഗോഡ് കൊണ്ടുപോകാനാണ്. ഇതെല്ലാം ഇനിയിപ്പോ തിരുവനന്തപുരത്ത് വരുമല്ലോ. സത്യം. അല്ല, അതാ സന്തോഷം. വടക്കോട്ടാണ് കൊണ്ടുപോയി വാങ്ങുന്നെങ്കിലേ ഇത് ലാസ്റ്റ് കൊണ്ട് ഒന്ന് അങ്ങോട്ടേക്കാണ്. അടുത്ത ഏതാണ് ശ്വേതാജി നമ്മൾ എടുക്കാൻ പോന്നെ? മികച്ച പുഴുങ്ങൽ. പുഴുങ്ങല് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ സ്കിറ്റില് അതായത് 250 രൂപ കോടി. അതാണോ 250 കോടി രൂപയാണോ? അല്ല, ഏത് രീതിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരും അല്ലെ നമ്മളും ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അത് കണ്ടത്. അപ്പൊ നമുക്ക് അത് കാണിച്ചാലോ? ബിക്കോസ് പ്രേക്ഷകർക്ക് എന്താന്ന് ചിലപ്പോൾ അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങളായിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ കണ്ടത്. അതെ. എന്താന്ന് ആദ്യം അവർ കാണട്ടെ.
250 കോടി രൂപയുടെ ആസ്തിയുണ്ട് നിങ്ങളുടെ സുഹൃത്ത് നന്ദഗോപാലിന്. 250 രൂപയുടെ കോടി, ആ അതൊന്നും വിളിക്കും. 250 രൂപയുടെ കോടി ആസ്തി ഇരുന്നവന് അത് പിന്നെയും പോയെന്ന് തോന്നില്ലേ? തെറ്റായിരുന്നു. വീണ്ടും നമ്മള് ശിവദാസന്റെ മെഡല് അഖില മേടി. ഇത് ശിവദാസ് ഏട്ടൻ കാണണം. വീട്ടില് ഭാര്യയോട് ഇരുന്നത് കാണുവാണ്. നിങ്ങളെ കാണണം കേട്ടോ. ഈ 9 മണി ചോറ് കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിക്കാണ്. ഇനി നമുക്കറിയാം ബെസ്റ്റ് കൗണ്ടർ. പിന്നെ നമ്മുടെ മികച്ച കൗണ്ടർ, അതെനിക്ക് ഒരു ഡൗട്ടും ഇല്ലാത്ത ഒരാളാണ്. എനിക്കൊരാളെ ഇഷ്ടമാ, ശ്രീവിദ്യ. എന്താ അതായത് നോബി ചേട്ടൻ പാമ്പുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ കൗണ്ടർ അല്ലേ? എന്തിനാണ് ഈ പാമ്പിന്റെ ഡയലോഗ്? എന്താ പാമ്പാണെങ്കിൽ നോബിച്ചേട്ടനെ ഞാൻ പറഞ്ഞിട്ടില്ല. പാമ്പിനെ കാണണമെങ്കിൽ രാത്രി നോബിച്ചേട്ടന്റെ വീട്ടിലോട്ട് എന്നാ മതി. സ്വന്തം ചേട്ടന്റെ തലയെ ചവിട്ടി കൗണ്ടർ. 3D പാമ്പ് വരുന്ന കാണണം. ഓ പാമ്പ് വന്നു. അതിന് വൈകുന്നേരം നോബിച്ചേട്ടന്റെ വീട്ടിൽ പോയാൽ മതി. കേൾക്കുക. അല്ലല്ല മറ്റേ രാത്രി ഒന്ന് മാത്രമല്ല, താന്നെങ്കിലും പിന്നെ അടിച്ച് കയറുന്നുണ്ട് കേട്ടാ. ക്രൗൺ ഉണ്ടെങ്കിൽ ക്രൗണും കൂടെ കൊടുക്കായിരുന്നല്ലേ? പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. 2 കരക്കാരായിരുന്നു ഇവര്. ഈ 2 കരക്കാരിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ തെക്കിന് ഒന്നും കിട്ടിയിട്ടില്ല, വടക്കിന് മാത്രമാണ് അവാർഡുകൾ കോരി കോരി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെഡൽ എവിടെന്നെങ്കിലും എന്റെ കൊച്ചിന് ഒരു കാര്യമില്ല. മീൻ വൈൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്നെങ്കിലും നമുക്ക് ആ സീക്രട്ട് ട്രഷർ ബോക്സിന്റെ ഉള്ളിലുള്ള സമ്മാനം അല്ലെങ്കിൽ ആ സർപ്രൈസ് എലമെന്റ്. അപ്പൊ ഇന്നത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഒരു സർപ്രൈസിങ് തോന്നിയത് നമ്മുടെ ടോം ആൻഡ് ജെറി, നമ്മുടെ അഖിൽ ചെയ്ത ഡബിങ് അത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇല്ലമ്മ, ഞാൻ ഇന്നും കാണും. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് കാർട്ടൂൺ ആണ് അത്. ഏത് ഏജ് ഒന്നും അല്ല ഇതിന്. അതിന്റെ മോളൊന്നും വേണ്ട. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡില് നമ്മുടെ സർപ്രൈസ് ആയ ഒരു വിന്നറാണ് തെക്കുംകാർ. ഓക്കെ, അല്ല എനിക്കിതിൽ വിഷമമില്ല. എന്തറിയോ, ഇത് അവിടെ പ്രൈസ് കൊടുത്താലേ ഞാൻ നോബിയുടെ കൂടെയാണ് തിരിച്ചു പോണത്. അതുകൊണ്ട് ഞങ്ങൾ ഈസി ആയിട്ട് എണീക്കുന്നു, കാര്യം മെഡൽ കഴുത്തിലില്ലാത്തോണ്ട്. ശ്വേതാജി, അതിന്റെ ഉള്ളിലാണോ സമ്മാനം ഇരിക്കുന്നത്? അതെ അതെ അതെ, ചെക്കായിരിക്കും അല്ലേ? നോക്കട്ടെ, ഞാനും നോക്കട്ടെ. ഓക്കെ, ഓ മൈ ഗോഡ്, സൂപ്പർ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ണു പൊത്തണം. ആണ്. ഓക്കെ, എല്ലാരും ശ്രീവിദ്യ. അപ്പൊ നിനക്ക് കാണാൻ ചേച്ചി മുങ്ങി അത് എടുത്തോണ്ട് കണ്ണുപത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ശ്രീവിദ്യ ഉറങ്ങല്ലേ? ഇല്ല, പോകുമ്പോ വിളിക്കണം, എനിക്ക് ടെൻഷനാ. ഇത്രേ ഉണ്ടോ? എന്താ ഇതാണോ? ഇത് മാത്രമേ ഉള്ളൂ? ഗൈസ്, ഹലോ. നാരങ്ങ മിഠായി തന്ന ചേച്ചി ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയിരിക്കും. എന്ത് സാധനം? എന്താ നാരങ്ങ മിഠായി കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല. ശ്രീവിദ്യ എപ്പിസോഡ് തീർന്ന് ഫുഡ് കഴിക്കാൻ പോയി. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. പിടിച്ചിരിക്കും. അതെ, ഇതൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സ് ഫുൾ ഓൺ ഫൺ.